കൗഡിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു 14 ലക്ഷം റേഞ്ചിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് ഫോർച്യൂൺ നിങ്ങളുടെ കയ്യിലേക്ക് വന്നാലോ. എന്താ അതിനെക്കുറിച്ച് അഭിപ്രായം? കാരണം നമുക്ക് ഫോർച്യൂണറിന് റേറ്റൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ എന്താണ് എവിടെയൊക്കെയാണ് നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു വണ്ടി ഇപ്പോൾ നല്ല ടോപ്പ് ക്വാളിറ്റി നിൽക്കുന്ന വണ്ടി, ഓട്ടോമാറ്റിക് വാഹനം, എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സും വണ്ടിനകത്ത് നിലവിലുണ്ട്. പിന്നെ എൻജിൻ സൈഡൊക്കെ പെർഫെക്റ്റാണ്. ഈ ഒരു വാഹനമാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇന്ന് ഞാൻ എത്തിക്കാൻ പോണത്. വണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ 2013 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. പിന്നെ ഇത് നിലവിൽ കേരള രജിസ്റ്റേർഡ് ആക്കിയേക്കുന്ന വണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതർ സ്റ്റേറ്റാണ്, കേരളയിലേക്ക് മാറ്റിയേക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകണം. ഇപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പോയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഡീസൽ വാഹനമാണ്. പിന്നെ കിലോമീറ്റേഴ്സിന് ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ കാണിച്ചില്ല എത്ര ഓടിയെന്നൊക്കെ നമുക്ക് നോക്കാം. അതുകൂടാതെ തന്നെ അതിൻ്റെ പ്രൈസും അതേപോലെ തന്നെ ഫിനാൻസ് ഏകദേശം 10 lakhs മുകളിൽ നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ ഇടാൻ പറ്റും. ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ വാഹനം നമുക്കൊന്ന് കണ്ടേക്കാം. അതിനുശേഷം ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ഫോർച്യൂണറാണ്. വണ്ടി ഞാൻ പറഞ്ഞ പോലെ 2013 മോഡൽ, നല്ല ബോഡി ക്വാളിറ്റി നിൽക്കുന്ന വണ്ടിയാണ്. യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ അതർ സ്റ്റേറ്റ് വാഹനങ്ങളൊക്കെ കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നല്ല പക്ക കണ്ടീഷനിൽ ഉപയോഗിച്ചാണ്. ചെറിയ എക്സ്ട്രാ ഇൻസേർട്ട്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറിയ എക്സ്ട്രാ ഇൻസേർട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് സ്മോക്ക് ചെയ്തേക്കുന്ന ലാമ്പൊക്കെ നമുക്ക് കൂടെ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലേക്ക് വേണമെങ്കിൽ ഇവിടെയും നമുക്ക് നല്ല ക്വാളിറ്റി നിൽക്കുന്ന ആ ഒരു സൈഡ് പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഡോർ സൈഡിൽ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. നമുക്കിനി ഫ്രണ്ട് പോർഷനിലേക്ക് പോകാം. ഇവിടെ ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ഫ്രണ്ട് പോർഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന വാഹനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ടോപ്പ് വ്യൂവിലേക്ക് പോയേക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ടോപ്പ് വ്യൂ ആണത്. അതേപോലെ തന്നെ സൈഡ് പോർഷനിലേക്ക് വരാം. വീൽ ആർച്ചൊക്കെ നോക്കാം, നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇവിടെ നമുക്ക് എയർ വെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്ലാസ്സൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ബോണ്ടും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഗ്രില്ലിലേക്ക് വരാം. ലാമ്പൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ഗ്രില്ലായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഗ്രില്ല് നമുക്ക് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി ലെഫ്റ്റ് സൈഡിലേക്ക് പോയേക്കാം. ഇവിടുത്തെ വീൽ ആർച്ച് നോക്കാം. ചെറിയ ടച്ച് ആൻഡ് പെയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഗ്രിപ്പ് ടയേഴ്സ് ഒക്കെ ഉണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. സൈഡിലേക്ക് വരാം. ഇവിടെ ഡോർ നോക്കാം. രണ്ട് ഡോറായാലും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസും കൂടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഗ്ലാസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. റൂഫ് റെയിൽസൊക്കെ നോക്കാം, നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് റെയിൽസും കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ വീൽ ആർച്ച് നോക്കാം, നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് ഒക്കെ ഉണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ TRDയുടെ എംബ്ലം കൂടിയുള്ള ആ ഒരു സ്പോയിലേഴ്സും കൂടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡിഫോക്കസ് വരുന്നുണ്ട്, റിയർ വൈപ്പർ വരുന്നുണ്ട്, ഫോർച്യൂണറിൻ്റെ ആ ഒരു ഇൻസേർട്ട് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ ലിഡ് നോക്കാം. ബമ്പേഴ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. എക്സോസ്റ്റ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വീലാർച്ചിലേക്ക് പോകാം. ഈ വീലാർച്ചും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ ഉണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് വെച്ചപ്പെടാം. ഡോർ പാഡ്സ് നോക്കാം. നല്ല നീറ്റായിരിക്കും ഡോർ പാഡ്സും കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻറ്റീരിയേഴ്സ് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഇവിടെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ 1,88,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഇപ്പോൾ നിലവിൽ ഓടിക്കുന്നത്. ഇവിടെ ബാക്കിയുള്ള കൺട്രോൾസ് വരുന്നുണ്ട്. താഴെ നമുക്ക് ബാക്കിയുള്ള കൺട്രോൾസ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. റിയറിലെ സീറ്റ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് ഇടുന്നുണ്ട്. റൂഫായാലും നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന റൂഫും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിന് ശേഷം പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് വയ്ക്കാം. ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയും ഡോർ പാഡ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് കാണാൻ പറ്റും. സീറ്റ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇഷ്ടം പോലെ ലെഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ തേർഡ് റോ നമുക്ക് ഒരു സീറ്റ് റാപ്പ് ചെയ്ത് വെച്ചേക്കണം. നമുക്ക് ബാക്കിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ മിഡ് റോ എന്ന് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് റിയറിലേക്ക് പോയേക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് അതിവിശാലമായിട്ടുള്ളൊരു ബൂട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ട് സീറ്റ്സും ഇവിടെ ടൈ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അതേപോലെ തന്നെ എഡ്ജസൊക്കെ നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്.
ഇനി നമുക്ക് ടയർ കണ്ടീഷനിലേക്ക് പോയേക്കാം. ഇവിടുത്തെ സ്പെയർ വീൽ ടയറും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ എക്സ്റ്റീരിയേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്ക് എൻജിൻ റൂമിലേക്ക് ഒന്ന് പോയേക്കാം. എൻജിൻ റൂം എന്താണ് അവസ്ഥ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫോർച്യൂണറിൻ്റെ ആ ഒരു എൻജിൻ റൂം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കാണ് വന്നേക്കണേ. എൻജിൻ റൂം കുറച്ച് പൊടിയെടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വണ്ടി ഇപ്പോൾ ജസ്റ്റ് അറൈവ് ആയിട്ടുള്ള അതിൻ്റെ പേരിൽ ക്ലീനിങ് നടന്നിട്ടില്ല. അതിൻ്റെ പൊടിയൊക്കെയാണ് കാണുന്നത്. പേസ്റ്റിംഗ് ഒക്കെ നോക്കാം. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെയും പേസ്റ്റിംഗ് ഒക്കെ നോക്കാം. ലിഡിലേക്കൊന്ന് പോയേക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി 2013 മോഡൽ, നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഫോർച്യൂണറാണ്. കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ വണ്ടി നല്ല ക്വാളിറ്റി നിൽക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി നല്ല ബോഡി ക്വാളിറ്റി നിൽക്കുന്ന വണ്ടിയാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് പോയേക്കാം. റേറ്റിലേക്ക് പോണേക്കാകുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു ഫോർച്യൂണറിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെറും 14.4 ലക്ഷം രൂപയാണ്. 14.25 ലാക്സാണ് ആസ്കിംഗ് പ്രൈസ്. അത് നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജോ വാട്സാപ്പോ വിളിക്കുകയോ ചെയ്യാം. റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫോർച്യൂണറിൻ്റെ വിശേഷം. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.